Chapter 12 Introduction to Three-Dimensional Geometry. ഇപ്പോൾ ഇവിടെ 3-dimensional ജോമെട്രിന്റെ കുറിച്ചുള്ള ബേസിക് ആയ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ 3-dimensional ജോമെട്രിയുടെ കൂടുതൽ കാര്യങ്ങൾ സെക്കൻഡ് ഇയറിലാണ് വരുന്നത്. സെക്കൻഡ് ഇയറിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ലൈൻസിന്റെ ഇക്വേഷൻസ് ഓഫ് ലൈൻസ്, ഇക്വേഷൻസ് ഓഫ് പ്ലെയിൻസ്, ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്, ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻസ്, ആംഗിൾ ബിറ്റ്വീൻ എ ലൈൻ ആൻഡ് പ്ലെയിൻ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം നമ്മൾ സെക്കൻഡ് ഇയർ ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് ഇയർ ബേസിക് ആയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഞാനിവിടെ രണ്ട് ആക്സിസ് വരച്ചിട്ടുണ്ട്, എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. എക്സ് എക്സ് ഡാഷ് ആൻഡ് വൈ വൈ ഡാഷ്. ഈ രണ്ട് ആക്സസ് ചേർന്നിട്ട് ഈ പ്ലെയിനിനെ, ഇതൊരു പേപ്പർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന ഈ വൈറ്റ് കളറുള്ളത് ഒരു പേപ്പറാണ്. ഈ പേപ്പറിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ആ പ്ലെയിനിനെ എക്സ് വൈ ആക്സസ്, ഈ രണ്ട് ആക്സസും ചേർന്നിട്ട് 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ പാർട്സിനെ നമ്മൾ വിളിക്കുന്നത് ക്വാഡ്രന്റ്. ദിസ് ഇസ് ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇവിടെ ഇരിക്കുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ്. 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ നെയിം വന്നത്, ക്വാഡ്രന്റ്. നൗ ദിസ് ഇസ് സെക്കൻഡ് ക്വാഡ്രന്റ്, third quadrant and fourth quadrant. When we draw x and y axis on a plane, this axis divides the plane into 4 parts. These 4 parts are known as quadrant. First quadrant, second quadrant, third quadrant and fourth quadrant. Now here this is our origin 0. To the right side we take values 1, 2, 3, 4, 5 etc. Equal gapil. Okay, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് 1 and 2ലേക്കുള്ള ഡിസ്റ്റൻസ്. ഈക്വൽ ഗ്യാപ്പിൽ നമ്മളിങ്ങനെ പോയിന്റ്സ് മാർക്ക് ചെയ്യും. ആ ഡിസ്റ്റൻസ് 1, 2, 3, 4, 5 എക്സെട്ര. റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ് നമ്പർ എടുക്കും, 0ന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് -1, -2, -3. അതുപോലെ വൈ ആക്സിസിൽ 0ന്റെ മുകൾ ഭാഗത്തേക്ക് പോസിറ്റീവ് വാല്യൂസ് 1, 2, 3, 4 എക്സെട്ര എടുക്കും, 0ന്റെ താഴേക്ക് -1, -2 എക്സെട്ര. ഓക്കെ, വൈ ആക്സിസിൽ 0ന്റെ താഴെ ഭാഗത്തേക്ക് -1, -2, -3 എക്സെട്ര എടുക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് ബോത്ത് എക്സ് ആൻഡ് വൈ ആർ പോസിറ്റീവ്. ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് ബോത്ത് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ആർ പോസിറ്റീവ്. ഓക്കെ, എക്സ് വാല്യൂ പോസിറ്റീവ് ആണ്, വൈ വാല്യൂ പോസിറ്റീവ് ആണ്. ഫോർ എക്സാമ്പിൾ 2, 3 ഇതുപോലെ ഇരിക്കുന്ന പോയിന്റ്സ് ആണ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്നത്. 2, 3 ഏകദേശം ഒരു ഇവിടെ വരും. ഓക്കെ, 2, 3 എന്ന് പറഞ്ഞ പോയിന്റ്. 2 നേരെ മുകളിൽ പോകണം, 3 വരുമ്പോൾ നമ്മൾ നിർത്തണം. ഓക്കെ, 2, 3 എന്ന് പറഞ്ഞ പോയിന്റ്. എക്സും പോസിറ്റീവ് ആണ്, വൈ വാല്യൂ പോസിറ്റീവ് ആണ്. ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് എക്സ് ഇസ് നെഗറ്റീവ്, വൈ ഇസ് പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രന്റ് എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ്. ഇൻ തേർഡ് ക്വാഡ്രന്റ് ബോത്ത് എക്സ് ആൻഡ് വൈ ആർ നെഗറ്റീവ്. ഇൻ ഫോർത്ത് ക്വാഡ്രന്റ് എക്സ് ഇസ് പോസിറ്റീവ്, വൈ ഇസ് നെഗറ്റീവ്. ഈ കാര്യം മനസ്സിൽ നന്നായിട്ട് വെച്ചോളണം. ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സ്പേസിലെ പോയിന്റ്സിന്റെ സൈൻ നോക്കാനുണ്ട് നമുക്ക്, അതുകൊണ്ട് ഇത് ആവശ്യമാണ്. ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് ബോത്ത് എക്സ് ആൻഡ് വൈ ആർ പോസിറ്റീവ്. ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് എക്സ് ഇസ് നെഗറ്റീവ്, വൈ ഇസ് പോസിറ്റീവ്. ഇൻ തേർഡ് ക്വാഡ്രന്റ് ബോത്ത് എക്സ് ആൻഡ് വൈ ആർ നെഗറ്റീവ്. ഇൻ ഫോർത്ത് ക്വാഡ്രന്റ് എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ്. ഓക്കെ, സെക്കൻഡ് ക്വാഡ്രന്റിൽ ഒരു പോയിന്റ്, ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ പോവാണേ. ഇത് -2, 1 ആണ്. -2, 1. ഓക്കെ, -2 നേരെ മുകളിൽ 1 വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്തു. -2, 1 എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവ് ആണ്. തേർഡ് ക്വാഡ്രന്റിൽ വരുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, -1, -3. -1, -3 എക്സും വൈയും രണ്ടും നെഗറ്റീവ് ആണ്. ഇവിടെ 1, -3 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. 1ന് നേരെ താഴെ -3 വരുമ്പോൾ നിർത്തി. 1, -3 അതായത് എക്സ് പോസിറ്റീവ് ആണ്, വൈ നെഗറ്റീവ് ആണ്. ഇങ്ങനെയാണ് ഈ ക്വാഡ്രന്റിൽ പോയിന്റ്സ് വരുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റ് ബോത്ത് എക്സ് ആൻഡ് വൈ ആർ പോസിറ്റീവ്. ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് എക്സ് നെഗറ്റീവ്, വൈ പോസിറ്റീവ്. ഇൻ തേർഡ് ക്വാഡ്രന്റ് ബോത്ത് എക്സ് ആൻഡ് വൈ നെഗറ്റീവ്. ഇൻ ഫോർത്ത് ക്വാഡ്രന്റ് എക്സ് ഇസ് പോസിറ്റീവ്, വൈ ഇസ് നെഗറ്റീവ്. ഇനി നമ്മൾ സ്പേസിലേക്ക് പോകാൻ പോവാണ്. സ്പേസില് നമ്മൾ എക്സ് വൈ സെഡ് 3 ആക്സസ് എടുക്കണം. എക്സ് വൈ ആൻഡ് ഓക്കെ 3 ആക്സസ് ആണ്. അതായത് ഈ റെഡിൽ ഇരിക്കുന്നത് എക്സ് ആക്സിസ് ആണ്, എക്സ് എക്സ് ഡാഷ്. റെഡിൽ കാണിച്ചിരിക്കുന്നത് എക്സ് എക്സ് ഡാഷ്, ഗ്രീനിൽ കാണിച്ചിരിക്കുന്നത് വൈ വൈ ഡാഷ്, വൈ വൈ ഡാഷ്. ഓക്കെ, ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. എക്സ് വൈ 90 ഡിഗ്രിയിലായിരിക്കുന്നത്.
എക്സ് വൈ ആക്സിസ് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. ഈ എക്സും വൈയും ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ആക്സിസ് ഇവിടെ വരച്ചിട്ടുണ്ട്. എക്സ് വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുന്ന ഒരു ആക്സിസ് ആണ് ഈ സെഡ് ആക്സിസ്. ബ്ലൂവിൽ വരച്ചിരിക്കുന്നത് സെഡ് ഡാഷ് എന്ന് പറഞ്ഞ സെഡ് ആക്സിസ് ആണ്. ഇവിടുന്ന് ഈ ബ്ലൂന്ന് ഗ്രീനിലേക്കും 90 ഡിഗ്രി ആണ്, അതുപോലെ തന്നെ ബ്ലൂന്ന് റെഡിലേക്കും 90 ഡിഗ്രി ആണ്. ഓക്കെ, ബ്ലൂന്ന് ഗ്രീനിലേക്ക് 90 ഡിഗ്രി, ബ്ലൂന്ന് റെഡിലേക്കും 90 ഡിഗ്രി തന്നെയാണ്. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയ 3 ആക്സിസ് ആണിത്. എക്സ് വൈ സെഡ് ആക്സിസ് mutually perpendicular. X and y are perpendicular to each other. X and z are perpendicular to each other. Y and z are perpendicular to each other. 3 ആക്സിസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ എടുക്കുന്ന പോയിന്റ്സിന് 3 കോർഡിനേറ്റ്സ് ഉണ്ടാകും. പി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അതിന് 3 കോർഡിനേറ്റ്സ് ഉണ്ടാകും. 6, 2, 5. ഓക്കെ, എക്സ് ഇതുപോലെ ഇരിക്കുന്ന 3 കോർഡിനേറ്റ്സ് ഉണ്ടാകും. എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, സെഡ് കോർഡിനേറ്റ്. ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് എടുത്തിട്ടുണ്ട് പി 2, 3, 5. ഇപ്പൊ എക്സ് ആക്സിൽ 2 ഡിസ്റ്റൻസിൽ പോകണം, വൈ ആക്സിസിൽ പോകേണ്ട ഡിസ്റ്റൻസ് 3 ആണ്, സെഡ് ആക്സിസിൽ നമ്മൾ മൂവ് ചെയ്യേണ്ട ഡിസ്റ്റൻസ് 5 ആണ്. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ഈ ഒറിജിൻ നിന്നും ഇവിടെ 2 യൂണിറ്റ്സ് മൂവ് ചെയ്താൽ സിയിലേക്ക് എത്തും. അപ്പൊ ഈ എക്സ് ആക്സിസിലൂടെ 2 യൂണിറ്റ്സ് മൂവ് ചെയ്യണം. അപ്പൊ അതിന്റെ എക്സ് കോർഡിനേറ്റ് 2 വരും. പിന്നെ വൈ ആക്സിസ്, ഈ ഗ്രീൻ ആണ് വൈ ആക്സിസ്. ഈ സിയിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് ബിയിലേക്ക് മൂവ് ചെയ്യണം. 3 യൂണിറ്റ്സ് ആണ് മൂവ് ചെയ്യുന്നത്. വൈ ആക്സിസിന് പാരലൽ ആയിട്ട് എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യണം. ഈ സിയിൽ നിന്നും ബിയിലേക്ക് 3 യൂണിറ്റ്സ് ഡിസ്റ്റൻസ് ആണ്. അതാണ് ഈ വൈ കോർഡിനേറ്റ് 3 വന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബിയിൽ നിന്നും പി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് മൂവ് ചെയ്യണം. 5 യൂണിറ്റ്സ് ആണ് മൂവ് ചെയ്യുന്നത്. ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ഈ സെഡ് ആക്സിസിന്, ബ്ലൂ ആക്സിസിന് പാരലൽ ആയിട്ട് മുകളിലോട്ട് മൂവ് ചെയ്യണം. 5 യൂണിറ്റ്സ് മൂവ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ പി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തുന്നത്. ഒറിജിൻ സ്റ്റാർട്ട് ചെയ്യണം. എക്സ് ആക്സിസിലൂടെ 2 യൂണിറ്റ്സ് മൂവ് ചെയ്യണം. എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വൈ ആക്സിസിന് പാരലൽ ആയിട്ട് 3 യൂണിറ്റ്സ് മൂവ് ചെയ്യണം. ഇനി എക്സ് വൈ 2 ആക്സിസിനും പെർപെൻഡിക്കുലർ ആയിട്ട് സെഡ് ആക്സിസിന് പാരലൽ ആയിട്ട് 5 യൂണിറ്റ്സ് മൂവ് ചെയ്താൽ നമ്മൾ പി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തും. പിയുടെ കോർഡിനേറ്റ്സ് 2, 3, 5. അപ്പൊ നമ്മളിവിടെ 3 പ്ലെയിൻസ് എടുത്തിട്ടുണ്ട്. 3 പ്ലെയിൻസ് ഉണ്ടാകും. അതായത് എക്സ് വൈ പ്ലെയിൻ. നിങ്ങൾക്ക് ഇവിടെ 3 പ്ലെയിൻസ് കാണാം. 3 പേപ്പർ പീസ് എന്ന് വിചാരിച്ചാൽ മതി. 3 പേപ്പറുകൾ ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്ത് പോയിട്ടുണ്ട്. റെഡിൽ കാണുന്ന എക്സ് വൈ പ്ലെയിൻ, ഇവിടെ ഇരിക്കുന്ന വൈ സെഡ് പ്ലെയിൻ, പിന്നെ എക്സ് സെഡ് പ്ലെയിൻ. 3 പ്ലെയിൻസ് ഉണ്ട് ഇവിടെ. ഈ 3 പ്ലെയിൻസും പരസ്പരം ഇന്റർസെക്ട് ചെയ്തിട്ട് ഒന്നിന്റെ അകത്തൂടെ മറ്റത് കടന്നു പോയിട്ടുണ്ട്. ഈ 3 പ്ലെയിൻസും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിനെ നമ്മൾ ഒറിജിൻ ആയിട്ട് കൺസിഡർ ചെയ്യും. 3 പ്ലെയിൻസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ ഒറിജിൻ. 3 പ്ലെയിൻസ് ഉണ്ട്. എക്സ് വൈ പ്ലെയിൻ, വൈ സെഡ് പ്ലെയിൻ, എക്സ് സെഡ് പ്ലെയിൻ. നമ്മൾ സാധാരണ 2 ഡയമെൻഷനിൽ നോക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്നത് എക്സ് വൈ പ്ലെയിൻ ആണ്. എക്സ് വൈ പ്ലെയിനിന്റെ മുകളില് സെഡ് വാല്യൂ 0 ആണ്. എക്സ് വൈ പ്ലെയിനില് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ സെഡ് കോർഡിനേറ്റ് 0 ആയിരിക്കും. വൈ സെഡ് പ്ലെയിനിൽ നമ്മൾ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് 0 ആണ്. എക്സ് സെഡ് പ്ലെയിനിൽ നമ്മൾ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വൈ കോർഡിനേറ്റ് 0 ആണ്. ജിയോജിബ്ര എടുത്തിട്ട് ഞാൻ ഒന്നിത് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്കിപ്പോ ഈ പ്ലെയിനിൽ ഫിഗർ വരക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടണമെന്നില്ല. ജിയോജിബ്രയില് നമുക്കത് മൂവ് ചെയ്തിട്ട് നോക്കാൻ പറ്റുന്നത് കൊണ്ട് പ്ലെയിൻസ് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഇതാണ് 3 പ്ലെയിൻസ്. നിങ്ങൾക്ക് 3 പ്ലെയിൻസ് കാണുന്നുണ്ടാകും. റെഡിൽ ഇരിക്കുന്ന പ്ലെയിൻ ഉണ്ട്. ഇവിടെ റെഡിൽ ഇരിക്കുന്ന പ്ലെയിനില് സെഡ് വാല്യൂ 0 ആണ്. ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഞാൻ എടുക്കാൻ പോവാന്ന്. ഇപ്പൊ ഈ ഇതിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു പോയിന്റ് ആണ്. ഇത് ഇവിടെ കാണുന്നുണ്ട്. 1, 2, 0 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ഓക്കെ, റെഡ് കളർ പ്ലെയിനിന്റെ മുകളിൽ വരുന്ന ഒരു പോയിന്റ് ആണ് 1, 2, 0. ഇത് എക്സ് വൈ പ്ലെയിൻ ആണ്. അതിന്റെ സെഡ് കോർഡിനേറ്റ് 0 ആണ്. ഓക്കെ, എക്സ് ആക്സിസും വൈ ആക്സിസും മാത്രമേ ഉള്ളൂ. ഈ റെഡിൽ ഇരിക്കുന്നത് എക്സ് വൈ പ്ലെയിൻ ആണ്. അതില് സെഡ് കോർഡിനേറ്റ് 0 ആണ്. ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്ത് വെച്ചേക്കണം. എക്സ് വൈ പ്ലെയിനിൽ സെഡ് വാല്യൂ 0 ആണ്. ഇതാണ് നമ്മുടെ എക്സ് വൈ പ്ലെയിൻ. എക്സ് ആക്സിസ് വൈ ആക്സിസ് ഉണ്ട്. ഈ പോയിന്റ് എ എന്ന് പറഞ്ഞ പോയിന്റ് 1, 2, 0 ആണ്. സെഡ് കോർഡിനേറ്റ് 0. ഓക്കെ, അത് ഇവിടെ ഈ മുകളിലായിരിക്കുന്നേ. പ്ലെയിൻ ഇങ്ങനെയായിരിക്കുന്നേ. 3 പ്ലെയിനും കൂടിയിട്ട് ഇങ്ങനെ
ഇങ്ങനെയാ വരുന്നത്. അത് ഈ സൈഡ് ഇരിക്കുന്ന പോയിന്റ് ആണ്. ഓക്കെ, ഇവിടെ മുകളിൽ ഇവിടെ ഇരിക്കുന്ന പോയിന്റ് ആണ്. ഇത് നമ്മൾ ക്വാഡ്രന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു പോയിന്റ് ആണ്. നമ്മൾ ഇതിനെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത്, സ്പേസിൽ എടുക്കുന്ന സമയത്ത് ആ പോയിന്റ് ഗ്രീനിന്റെ അപ്പുറത്തേക്കാണ് വരുന്നത്. ഗ്രീനിന്റെ മുകളിലോട്ടാണ് അത് ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന പോയിന്റ്. അതുപോലെ വേറൊരു പോയിന്റ് ഉണ്ട് 450. XY പ്ലെയിനിന്റെ മുകളിൽ വരുന്ന 3 പോയിന്റ്സ് ആണ് ഇത്. ഇവിടെ -130. സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്ന പോയിന്റ് ആണ് ഈ സി എന്ന് പറഞ്ഞ പോയിന്റ്. എയും ബിയും ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്നുണ്ട്. XY കോർഡിനേറ്റ്സ് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് സി എന്ന് പറഞ്ഞത് സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്ന പോയിന്റ്സ് ആണ്. നമ്മൾ എക്സും വൈ ആക്സിസും മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇത് 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ആക്സസ് ചേർന്നിട്ട് ഈ പ്ലെയിനിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്പേസിലെ ഒരു പോയിന്റ്സ് ആണ്. ഇപ്പൊ നമ്മൾ സ്പേസിലെ പോയിന്റ്സ് എടുക്കുമ്പോൾ അവിടെ 3 ആക്സസ് വരും. എക്സ് ആക്സിസ്, ഇവിടെ ഇങ്ങനെ എക്സ് ആക്സിസ് ഉണ്ടാകും. ഗ്രീനിൽ പോകുന്നത് ഇങ്ങനെ പോകുന്നത് വൈ ആക്സിസ് ഉണ്ടാകും. അതുപോലെ സെഡ് ആക്സിസ്. ഓക്കെ, 3 ആക്സസ് ചേർന്നിട്ട് ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് 3 കോർഡിനേറ്റ്സ് ഉണ്ടാകും. XYZ എന്ന് പറഞ്ഞാൽ 3 കോർഡിനേറ്റ്സ് ഉണ്ടാകും. ഇനി ഞാൻ ഇവിടെ ഒരു D എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തിട്ടുണ്ട്. DEF എന്ന് പറഞ്ഞ 3 പോയിന്റ്സ് എടുത്തിട്ടുണ്ട്. ഇത് XZ പ്ലെയിനിൽ വരുന്ന പോയിന്റ്സ് ആണ്. XZ പ്ലെയിനിൽ വരുന്ന പോയിന്റ്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് 3 പോയിന്റ്സ് കാണുന്നുണ്ടാവും. ഈ ഗ്രീൻ എന്ന് പറയുന്നത് XZ പ്ലെയിൻ ആണ്. Y വാല്യൂ 0 ആണ്. ഓക്കെ, അതായത് ഇവിടെ കാണാം. ഇവിടെ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയില്ലെങ്കിലും ഇത് നോക്കിയേ, ഈ ഗ്രീൻ പ്ലെയിനിൽ വരുന്ന 3 പോയിന്റ്സ് ആണ്. ഗ്രീൻ പ്ലെയിനിൽ ഇവിടെ 3 പോയിന്റ്സ് കാണുന്നുണ്ടല്ലോ. ഗ്രീൻ പ്ലെയിനിന്റെ മുകളിൽ വരുന്ന 3 പോയിന്റ്സ് ആണ് ഇത്. അതിന്റെ Y കോർഡിനേറ്റ് 0 ആണ്. Y കോർഡിനേറ്റ് 0, 203, 406, 507. Y കോർഡിനേറ്റ് 0 ആണ്. Y കോർഡിനേറ്റ് 0. അതായത് XZ പ്ലെയിനിൽ വരുന്ന 3 പോയിന്റ്സ് ആണ് ഈ 3 പോയിന്റ്സ്. DEF എന്ന് പറയുന്നത് XZ പ്ലെയിനിൽ വരുന്ന പോയിന്റ്സ് ആണ്. ഇനി 3 പോയിന്റ്സ്, അടുത്ത 3 പോയിന്റ്സ് വരുന്നത് നോക്കിയേ, ആ 3 പോയിന്റ്സിന്റെ X കോർഡിനേറ്റ് 0 ആണ്. ഈ 3 പോയിന്റ്സ് YZ പ്ലെയിനിൽ വരുന്ന പോയിന്റ്സ് ആണ്. ഇവിടെ കാണുന്നുണ്ട് അതാ HG. ഇവിടെ താഴെ ഒരു I ഉണ്ട്, I. ഓക്കെ, HGI. ഈ ബ്ലൂവിൽ ഇരിക്കുന്ന പ്ലെയിൻ അവിടെ എക്സ് വാല്യൂ 0 ആണ്. അത് YZ പ്ലെയിൻ ആണ്. ബ്ലൂവിൽ ഇരിക്കുന്നത് YZ പ്ലെയിൻ ആണ്. YZ പ്ലെയിനില് YZ എക്സ് ഇല്ലാന്ന് അങ്ങനെ ഓർത്താൽ മതി. X 0 ആണെന്ന് ആലോചിക്കാം. YZ ആകുമ്പോൾ എക്സ് വാല്യൂ 0 ആണ്. ഇനി ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കണേ. നമ്മൾ XY പ്ലെയിൻ, നമ്മൾ XY ആക്സസ് വരച്ചു കഴിഞ്ഞാൽ XY ആക്സസ് പ്ലെയിനിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. XY പ്ലെയിൻ രണ്ട് ആക്സസ് വരച്ചു. ഏതെങ്കിലും 2 ആക്സസ്, എക്സും വൈ ആവാം, അല്ലെങ്കിൽ XZ ആവാം, ഏതും ആവാം. ഏതെങ്കിലും 2 ആക്സസ് വരച്ചു കഴിഞ്ഞാൽ ആ 2 ആക്സസ് ചേർന്നിട്ട് ഈ പ്ലെയിനിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ XYZ 3 ആക്സസ് വരച്ചു കഴിഞ്ഞാൽ അത് സ്പേസിനെ എത്ര പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും? ഒന്ന് പറഞ്ഞേ, ആലോചിച്ച് പറഞ്ഞേ. ഈ സ്പേസിനെ എത്ര പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും? 2 ആക്സസ് വരച്ചാൽ 4 പാർട്സ് ആണ്. 3 ആക്സസ് വരച്ചാൽ ഈ സ്പേസിനെ 3 ആക്സസ് ചേർന്നിട്ട് എത്ര പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും? ആൻസർ പറഞ്ഞേ. എത്ര പാർട്സ് ഉണ്ട്? എത്ര ഈക്വൽ പാർട്സ് ഉണ്ട്? 9 അല്ല, 8 ആണ് കറക്റ്റ് ആൻസർ. 8 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, കറക്റ്റ് ആൻസർ 8 ആണ്. നോക്കൂ, അത് എങ്ങനെ 8 കിട്ടുന്നതെന്ന് പറയാം. ഈ റെഡ് പ്ലെയിൻ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, റെഡ് പ്ലെയിനിന്റെ മുകളില് 4 ഈക്വൽ പാർട്സ് ഉണ്ട്. ഈ റെഡ് പ്ലെയിൻ ഇങ്ങനെ നിൽക്കുന്ന പ്ലെയിൻ ആണിത്. ഈ പ്ലെയിനിന്റെ മുകളില് 4 പാർട്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ മുകളില് 2 പാർട്സ് ഉണ്ട്, അതുപോലെ ഇവിടെ 2 പാർട്സ് ഉണ്ട്. റെഡ് പ്ലെയിനിന്റെ മുകളില് 4 പാർട്സ് ഉണ്ട്,
അതുപോലെ തന്നെ റെഡ് പ്ലെയിനിന്റെ താഴെയും 4 പാർട്സ് ഉണ്ട്. ടോട്ടൽ 8 പാർട്സ് ആണ് വരുന്നത്. നിങ്ങൾക്ക് അതൊന്നും കൂടി വ്യക്തമാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 8 പോയിന്റ്സ് എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ജെ എന്ന് പറഞ്ഞ പോയിന്റ് 1, 2, 3 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ജെ എന്ന് പറഞ്ഞ പോയിന്റ് വരുന്നത് 1, 2, 3 ആണ് ജെ. ഓക്കെ, അത് ഇവിടെ ഇരിക്കുന്ന ഈ പോയിന്റ് ആണ് 1, 2, 3. ശ്രദ്ധിക്കേണ്ടത് ആ മൂന്ന് കോർഡിനേറ്റ്സും പോസിറ്റീവ് ആണ്. XYZ മൂന്നും പോസിറ്റീവ് ആണ്. അടുത്തത് കെ എന്ന് പറഞ്ഞ പോയിന്റ് -1, 2, 3 ആണ്. -1, 2, 3 കെ എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയുണ്ട്. കെ എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഇത്. -1, 2, 3 ഈ ഗ്രീനിന്റെ അപ്പുറത്തെ സൈഡാണ്, ഇവിടെ മുകളിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഗ്രീൻ പ്ലെയിൻ ഉണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് വരുന്ന പോയിന്റ് ആണ് കെ. ഇതാണ് കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് -1, 2, 3 ആണ്. ഇത് 1, 2, 3 മൂന്നും പോസിറ്റീവ് ആണ്. ഇത് -1, 2, 3 ആണ്. -1, 2 എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്നേ. അതിന്റെ കൂടെ ഒരു സെറ്റ് വാല്യൂ, പോസിറ്റീവായ സെറ്റ് വാല്യൂ കൂടി ഉണ്ട്. പിന്നെ നോക്കിയേ, -1, -2, 3 തേർഡ് ക്വാഡ്രന്റിലാണ് -1, -2 വരുന്നത്. പിന്നെ ഒരു സെറ്റ് വാല്യൂ കൂടി ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ എൽ എന്ന് പറഞ്ഞ പോയിന്റ് വരുന്നത്. ഇത് ഓക്കെ, ഈ പോയിന്റ് ആണ് എൽ. -1, -2, 3. പിന്നെ ഒരു പോയിന്റും കൂടി ഉണ്ട് ഇവിടെ, എം എന്ന് പറഞ്ഞ പോയിന്റ്. അതിന്റെ കോർഡിനേറ്റ്സ് 1, -2, 3 ആണ്. 1, -2 എന്ന് പറയുന്നത് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. 1, -2, 3 എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഇവിടെ വന്ന ഈ പോയിന്റ്, എം എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പൊ 4 പോയിന്റ്സ് ആയല്ലോ. ജെ, കെ, എൽ, എം 4 പോയിന്റ്സ് ആയി. ശ്രദ്ധിക്കേണ്ടത് ഈ 4 എണ്ണത്തിനും സെറ്റ് വാല്യൂ പോസിറ്റീവ് ആണ്. 3, 3 ഇവിടെയും 3 ആണ്, ഇവിടെയും 3 ആണ്. ഈ 4 എണ്ണത്തിനും സെറ്റ് വാല്യൂ പോസിറ്റീവ് ആണ്. 1, 2 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ്, -1, 2 സെക്കൻഡ് ക്വാഡ്രന്റ്, -1, -2 തേർഡ് ക്വാഡ്രന്റ്, 1, -2 ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, പക്ഷെ ഇതിനെല്ലാം സെറ്റ് വാല്യൂ പോസിറ്റീവ് ആണ്. ഇനി നെക്സ്റ്റ് 4 എടുക്കാൻ പോകുന്നത്, ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ 4 പോയിന്റ്സും ഇരിക്കുന്നത് ഈ റെഡ് പ്ലെയിനിന്റെ മുകൾ ഭാഗത്തേക്കാണ്. XY പ്ലെയിനിന്റെ മുകൾ ഭാഗത്തേക്ക്, അതായത് സെറ്റ് വാല്യൂ പോസിറ്റീവ്, മുകളിലോട്ടാണ് പോസിറ്റീവ്. 0ന്റെ മുകളിലോട്ട് സെറ്റ് പോസിറ്റീവ് ആണ്. ഈ 4 പോയിന്റ്സും ഇരിക്കുന്നത് ഈ റെഡ് പ്ലെയിനിന്റെ മുകൾ ഭാഗത്തേക്ക്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഈ ഒറിജിൻ 0ന്റെ മുകൾ ഭാഗത്തേക്കാണ്. ഇങ്ങനെയാണ് നമ്മുടെ സെറ്റ് ആക്സസ് പോകുന്നത്. ഇവിടെ ഇരിക്കുന്നത് ഇങ്ങനെയാണ് സെറ്റ് ആക്സസ് പോകുന്നത്. അവിടെ +3 ഉണ്ട്. ഇനി നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന 4 പോയിന്റ്സ്, ഞാൻ ഇവിടെ ആ പോയിന്റ്സ് വരുന്നുണ്ടാവും, ഇപ്പൊ ഇവിടെ കാണുന്നുണ്ടാവും 4 പോയിന്റ്സ്. ഇവിടെ 4 പോയിന്റ്സ് താഴെ വന്നിട്ടുണ്ട്. ആ 4 പോയിന്റ്സിന്റെയും സെറ്റ് വാല്യൂ -3 ആണ്. ഇത് ഇവിടെയും കാണാം നിങ്ങൾക്ക്. ഇവിടെ 4 പോയിന്റ്സ് ഉണ്ട്. മുകളിലത്തെ 4 പോയിന്റ്സ് നമുക്ക് ഇപ്പൊ ആവശ്യമില്ല, അത് ഹൈഡ് ചെയ്തു ഞാൻ. ബാക്കി വരുന്ന 4 പോയിന്റ്സിലും സെറ്റ് വാല്യൂ -3, -3, -3 ആണ്. ഓക്കെ, അതായത് സെറ്റ് വാല്യൂ നെഗറ്റീവ് ആണ്. ഒറിജിന്റെ താഴെ ഭാഗത്തേക്ക് വരുന്ന 4 പോയിന്റ്സ് ആണത്. അങ്ങനെ ടോട്ടൽ 8 പാർട്സ് ഉണ്ട്. ഈ ഓരോ പാർട്സിനെയും നമ്മൾ വിളിക്കുന്നത് ഒക്ടന്റ്. ഒക്ട എന്ന് വെച്ചാൽ 8 എന്നാണ്. ഈ ഓരോ പാർട്സിനെയും വിളിക്കുന്നത് ഒക്ടന്റ് എന്നാണ്. ഓക്കെ, in 3-dimensional geometry, there are 3 planes XY, YZ and ZX, which are mutually perpendicular to each other. The point of intersection of these planes is the origin O. These 3 planes divide the space into 8 equal parts each. Each part is known as octant. Octa means 8. നമ്മൾ നേരത്തെ ക്വാഡ്രന്റ് എന്ന് വിളിച്ചില്ലേ, 4 ഡിവൈഡ് ചെയ്യുമ്പോൾ ക്വാഡ്രന്റ് എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ 3 ആക്സിസ് എടുക്കുന്ന സമയത്ത് സ്പേസിനെ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈച്ച് പാർട്ട് ഈസ് നോൺ ആസ് ഒക്ടന്റ്. ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഇതിൽ വരുന്ന പ്രോബ്ലങ്ങൾക്ക് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാന്നുള്ള കാര്യമാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണേ. ഒരു പോയിന്റ് തന്നാൽ ആ പോയിന്റ് ഏത് ഒക്ടന്റിലാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു സൂത്രമുണ്ട്, വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഒക്ടന്റ് 8 ഈക്വൽ പാർട്സ് ഉണ്ട്. ആ 8 പാർട്സിൽ ഏത് പാർട്ടിലാണ് നമ്മുടെ പോയിന്റ് വരുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഈസി ആയ ഒരു ട്രിക്കാണിത്. നിങ്ങൾ ഇത് ഓർത്തു കഴിഞ്ഞാൽ
ഏത് പോയിന്റ് തന്നാലും അത് ഏത് ഒക്ടന്റിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഒക്ടന്റിനെ നമ്മൾ വിളിക്കുന്നത് ഫസ്റ്റ് 1 2 3 4 5 6 7 8 ഇത് തന്നെയാണ് അതിന്റെ പേര്. ഫസ്റ്റ് ഒക്ടൻ, സെക്കൻഡ് ഒക്ടൻ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്, സിക്സ്ത്, സെവൻത്, എയ്ത്ത്. ഇതാണ് 8 ഒക്ടൻസ്. ഫസ്റ്റ് ഒക്ടന്റില് എല്ലാ കോർഡിനേറ്റ്സും എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ് മൂന്നും പോസിറ്റീവ് ആണ്. ഫസ്റ്റ് ഒക്ടന്റില് എക്സ് വൈ സെഡ് 3 കോർഡിനേറ്റ്സും പോസിറ്റീവ് ആണ്. സെക്കൻഡ് ഒക്ടന്റില് എക്സ് നെഗറ്റീവ് വരും, വൈ പോസിറ്റീവ് വരും, സെഡ് പോസിറ്റീവ് വരും, മൈനസ് പ്ലസ് മൈനസ്. തേർഡില് മൈനസ് മൈനസ് പ്ലസ്, ഫോർത്തില് പ്ലസ് മൈനസ് പ്ലസ്. ഇതുപോലെയാണ് സൈന് വരുന്നത്. ഫസ്റ്റ് ഒക്ടന്റില് പ്ലസ് പ്ലസ് പ്ലസ്, സെക്കൻഡ് ഒക്ടന്റില് മൈനസ് പ്ലസ് പ്ലസ്, തേർഡില് മൈനസ് മൈനസ് പ്ലസ്, ഫോർത്തില് പ്ലസ് മൈനസ് പ്ലസ്. ഇത് ട്രിക്ക് എന്ത് വെച്ചാല് ഈ നാലെണ്ണത്തിന്റെ ആദ്യത്തെ 4 ഒക്ടൻസിന്റെ സെഡ് കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്. അതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ആദ്യത്തെ 4 സെഡ് കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്. ബാക്കി 2 നമ്മൾ ക്വാഡ്രന്റ് ഓർത്ത് കഴിഞ്ഞാൽ കിട്ടും. ഈ ആദ്യത്തെ 2 കോർഡിനേറ്റ്സിന്റെ സൈന് കിട്ടുന്നത് ക്വാഡ്രന്റ് ഓർത്താൽ മതി. ക്വാഡ്രന്റില് പ്ലസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് മൈനസ്. അതാണ് ആദ്യത്തെ 4 വരുന്നത്. അതായത് നമ്മൾ വേണമെങ്കിൽ പ്ലസ് പ്ലസ് ഇട്ട് വെക്കാം. യെല്ലോ അത്ര ക്ലിയർ അല്ല അല്ലേ, വേറെ കളർ ഉപയോഗിക്കാം. പ്ലസ് പ്ലസ്, മൈനസ് പ്ലസ്, മൈനസ് മൈനസ്, പ്ലസ് മൈനസ്. ക്വാഡ്രന്റിന്റെ സൈനാണിത്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ക്വാഡ്രന്റിൽ വരുന്ന സൈൻ. അത് നമുക്ക് വളരെ ഈസിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതേ സംഭവം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. പ്ലസ് പ്ലസ്, മൈനസ് പ്ലസ്, മൈനസ് മൈനസ്, പ്ലസ് മൈനസ്. ക്വാഡ്രന്റിന്റെ സൈനാണ്. ആദ്യം 4 ക്വാഡ്രന്റ് സെയിം സൈൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തു. പ്ലസ് പ്ലസ്, മൈനസ് പ്ലസ്, മൈനസ് മൈനസ്, പ്ലസ് മൈനസ്. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യത്തെ 4 സെറ്റ് കോർഡിനേറ്റ് പോസിറ്റീവ് ഇടണം. പിന്നെ വരുന്ന 4 സെറ്റ് കോർഡിനേറ്റ് നെഗറ്റീവ് ആണ്. ഇങ്ങനെയാണ് സൈന് വരുന്നത്. അപ്പൊ നമുക്കൊരു പോയിന്റ് തന്നോ, അത് ഏത് ഒക്ടന്റിലാന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ നമുക്കൊരു പോയിന്റ് തന്നു 2 5 3. ഇത് വളരെ ഈസിയാണ്. 3 പോസിറ്റീവ് ആണ്. 3 പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ 3 പോസിറ്റീവ് വരുന്നത് ഫസ്റ്റ് ഒക്ടന്റിലാണ്. ദിസ് പോയിന്റ് ഇസ് ഇൻ ഫസ്റ്റ് ഒക്ടന്റ്. ഫസ്റ്റ് ഒക്ടന്റ്. അതിന് പകരം -2 3 5 ഇതുപോലെ തന്നു. -2 3 5 അല്ലെങ്കിൽ പോട്ടെ -2 3 -5 തന്നു. -2 3 -5. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഈ -2 3 എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റ് ആണെന്ന് നോക്കണം. -2 3 എന്ന് പറയുന്നത് മൈനസ് പ്ലസ് വരുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. അതിന്റെ കൂടെ ഒരു മൈനസ് വരുമ്പോ നമ്മൾ ചെയ്യേണ്ട ട്രിക്ക് ഇതാണ്. ഇത് രണ്ടും ചേർക്കുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. അതിന്റെ കൂടെ 4 ആഡ് ചെയ്യണം. അപ്പൊ 6 എന്ന് വരും. 6th ഒക്ടന്റിലാണ്. മൈനസ് പ്ലസ് മൈനസ് വരുന്നത് 6th ഒക്ടന്റിലാണ്. അങ്ങനെയാണ് നമ്മൾ തന്ന പോയിന്റ് ഏത് ഒക്ടന്റിലാണ് കണ്ടുപിടിക്കുന്നത്. കുറച്ച് എക്സാമ്പിളും കൂടി എടുത്തിട്ട് പറയാം. നമുക്കിപ്പോ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. കുറച്ചും കൂടി എക്സാമ്പിൾ എടുത്തിട്ട് പറയാം. നിങ്ങൾ ആലോചിക്കണേ. ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് ആൻസർ പറയണം. 1 3 5 എന്ന് പറഞ്ഞ പോയിന്റ് ഏത് ഒക്ടന്റിൽ വരും? 1 3 5 3 പോസിറ്റീവ് ആണ്. പ്ലസ് 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 ആണ്. അത് വരുന്നത് ഫസ്റ്റ് ഒക്ടന്റ് ആണ്. ഫസ്റ്റ് ഒക്ടന്റ്. ഫസ്റ്റ് ഒക്ടന്റ്. -1 3 5 എന്ന് പറയുന്നത് -1 3 സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. മൂന്നാമത്തെ കോർഡിനേറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് സെക്കൻഡ് ഒക്ടന്റ് ആണത്. സെക്കൻഡ് ഒക്ടന്റ്. -1 -3 5 എന്ന് പറയുന്നത് -1 -3 രണ്ടും നെഗറ്റീവ് വരുന്നത് തേർഡ് ക്വാഡ്രന്റ് ആണ്. മൂന്നാമത്തെ വാല്യൂ പോസിറ്റീവ് ആയതുകൊണ്ട് തേർഡ് ഒക്ടന്റ് ആണ്. തേർഡ് ഒക്ടന്റിലാണ് ഈ പോയിന്റ് വരുന്നത്. ഓക്കെ. മൈനസ് മൈനസ് പ്ലസ് ഇവിടെ ഉണ്ട്. മൈനസ് മൈനസ് പ്ലസ് അത് വരുന്നത് തേർഡ് ഒക്ടന്റ്. ഇനി വരുന്നത് 1 -3 5 1 -3 5 എന്ന് പറഞ്ഞ പോയിന്റ് 1 -3 എന്ന് പറയുന്നത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. സെറ്റ് വാല്യൂ പോസിറ്റീവ് വരുമ്പോൾ അത് ഫോർത്ത് ഒക്ടന്റിൽ വരും. ഫോർത്ത് ഒക്ടന്റ്. ഓക്കെ. ഇനി 1 3 -5 എന്ന് പറയുന്നത് 1 3 -5 എന്ന് പറയുമ്പോൾ എക്സും വൈയും ഇവിടെ ആദ്യത്തെ 2 പോസിറ്റീവ് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. പക്ഷേ സെഡ് നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് 1 + 4 ചെയ്യണം. ഇവിടെ മൈനസ് വന്നാൽ ഒരു +4 ചെയ്യണം. അതായത് 5th ഒക്ടന്റ് ആണ്.
5th octant. ഇങ്ങനെയാണ് എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നത്. -1 3 -5 -1 3 5. ആദ്യത്തേത് മൈനസ് പ്ലസ് ആണ്. മൈനസ് പ്ലസ് വരുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് കോർഡിനേറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് +4 ചേർക്കണം. 6 വരും. 6th octant ആണ്. 6th octant. -1 -3 5 എന്ന് പറയുന്നത് മൈനസ് തേർഡ് ക്വാഡ്രന്റ്. ഇവിടെ -5 ആണെങ്കിൽ +4 ചേർക്കാം. അപ്പോൾ വരുന്നത് 7th octant. ഇനി ഒന്നും കൂടി ഉണ്ട് അല്ലേ? 1 -3 -5. 1 -3 -5. 1 -3 എന്ന് പറയുന്നത് 4th ക്വാഡ്രന്റ്. ഇവിടെ മൈനസ് വന്നാൽ +4 ചേർക്കണം. സോ 8th octant. ഇങ്ങനെയാണ് നമ്മൾ വളരെ ഈസി ആയിട്ട് ഏത് ഒക്ടന്റ് ആണ്, തന്ന പോയിന്റ് ഏത് ഒക്ടന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ഒന്നെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പൊ ഇവിടെ വരച്ചിരിക്കുന്ന ടേബിളില്ലേ, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് നോക്കിയാലും മതി. ഇപ്പൊ 1 -3 5 1 -3 5 ഇങ്ങനെ ഒരു പോയിന്റ് തന്നു. 1 -3 5. ഇവിടെ നോക്കിയേ, പ്ലസ് ആണ്, മൈനസ് ആണ്, പ്ലസ് ആണ്. പ്ലസ് മൈനസ് പ്ലസ് അത് എവിടെ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഇത് വരക്കണം. ഈ ടേബിൾ വരച്ചിട്ട് പ്ലസ് മൈനസ് പ്ലസ് ഇവിടെ, ഇതാണ് പ്ലസ് മൈനസ് പ്ലസ്. അത് 4th octant ആണ്. അങ്ങനെയും കണ്ടുപിടിക്കാം. ക്ലിയർ ആയോ? ഒന്നെങ്കിൽ ഈ ഇതുപോലെ താഴെ എഴുതിയ പോലെ, അല്ലെങ്കിൽ ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ടേബിൾ നോക്കിയിട്ടും കണ്ടുപിടിക്കാം. രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഈ താഴെ എഴുതിയിരിക്കുന്ന മെത്തഡും വളരെ ഈസിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏത് മെത്തഡാണോ എളുപ്പം അത് ഉപയോഗിക്കാം. നമ്മൾ ക്വാഡ്രന്റിന്റെ സൈൻ ഓർത്താൽ മതി. അതിന്റെ കൂടെ ആദ്യത്തെ 4 octantല് അതേ ക്വാഡ്രന്റ് തന്നെയായിരിക്കും. ഏത് ക്വാഡ്രന്റാണോ കിട്ടുന്നത് അതേ ഒക്ടന്റ് തന്നെയാണ് ആ പോയിന്റ് ഇരിക്കുന്നത്. പിന്നെ വരുന്ന 4 octantന്റെ കേസിൽ +4 ചേർക്കണം. ക്വാഡ്രന്റിന്റെ കൂടെ +4 ചേർക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ ഒക്ടന്റ്. എക്സ് ആക്സിസിന്റെ മുകളിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോർഡിനേറ്റ്സ് വരുന്നത് x00 ആണ്. x00. എക്സ് ആക്സിസിന്റെ മുകളിൽ ഏത് പോയിന്റ് എടുത്താലും അതിന്റെ കോർഡിനേറ്റ്സ് x00. y ആക്സിസിന്റെ മുകളിൽ 0y0 ആണ്. y ആക്സിസ് നമ്മുടെ x ആക്സിസ് y ആക്സിസ് ഇല്ലേ, എക്സ് ആക്സിസിന്റെ മുകളിൽ എടുത്താൽ അതിന്റെ ഒരു ഉദാഹരണം ഞാൻ ഇവിടെ എടുക്കാം. 300 ഇതുപോലെയാണ് ഉണ്ടാവുക. എക്സ് വാല്യൂ ഉണ്ടാകും, വൈയും സെഡ് കോർഡിനേറ്റ് 0 ആയിരിക്കും. സെഡ് ആക്സിസിന്റെ പോയിന്റ് 040 ഇതുപോലെയാണ് ഉണ്ടാവുക. എക്സ് വാല്യൂ 0 ആയിരിക്കും, വൈ വാല്യൂ 0 ആയിരിക്കും. ഇനി സെഡ് ആക്സിസ് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. അവിടെ എക്സ് വാല്യൂ 0 ആയിരിക്കും, വൈ വാല്യൂ 0 വരും, സെഡ് വാല്യൂ ഉണ്ടാകും, ഒരു സെഡ് വാല്യൂ ഉണ്ടാകും. ഇനി എക്സ് വൈ പ്ലെയിനിന്റെ മുകളിൽ സെഡ് വാല്യൂ സെഡ് കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് സെഡ് പ്ലെയിനിന്റെ മുകളിൽ വൈ കോർഡിനേറ്റ് ഈക്വൽ ടു 0. ഇൻ വൈ സെഡ് പ്ലെയിൻ എക്സ് കോർഡിനേറ്റ് ഈക്വൽ ടു 0. ഈ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിൽ വെച്ചോളണം. ഓൺ എക്സ് ആക്സിസ് എ പോയിന്റ് ഇസ് ഓഫ് ദ ഫോം x00. y and z coordinates are 0. On y axis a point is of the form 0y0. On z axis 00z. On xy plane z coordinate is 0. On xz plane y coordinate is 0. On yz plane x coordinate is 0. ഇനി നമ്മൾ എക്സസൈസ് 12.1ലേക്ക് കടക്കാം. വളരെ ഈസി ആയ പ്രോബ്ലംസ് ആണ്. പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. എ പോയിന്റ് ഈസ് ഓൺ എക്സ് ആക്സിസ്. വാട്ട് ആർ ഇറ്റ്സ് വൈ കോർഡിനേറ്റ് ആൻഡ് സെഡ് കോർഡിനേറ്റ്? ആൻസർ പറഞ്ഞേ. പോയിന്റ് എക്സ് ആക്സിസിന്റെ മുകളിലാണ്. വാട്ട് ഈസ് ഇറ്റ്സ് വൈ കോർഡിനേറ്റ്? 0. സെഡ് കോർഡിനേറ്റ് 0. Point is on x axis, so y coordinate is 0, x coordinate is 0. Now second one, a point is in the xz plane. xz plane lana point irikkunne. What can you say about its y coordinate? Y coordinate endayirikkum? xz plane le 0. Y coordinate equal to 0. Now third one, name the octants in which the following points lie. ഈ പോയിന്റ്സ് ഏത് ഒക്ടന്റിലാണ് കണ്ടുപിടിക്കണം. ഈ ടൈപ്പ് ഒരു ചോദ്യം എക്സാമിന് ചോദിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചു കേൾക്കണേ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ തന്നിരിക്കുന്ന പോയിന്റ്സ് ഏത് ഒക്ടന്റിലാണ്. വളരെ ഈസിയാണ്. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം,
അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രിക്ക് നേരത്തെ പറഞ്ഞെന്ന് ആ ട്രിക്ക് ഉപയോഗിക്കാം. ക്വാഡ്രന്റ് നോക്കണം. ആദ്യത്തെ 4 ഒക്ടന്റിന് സെയിം ക്വാഡ്രന്റ് തന്നെ ആയിരിക്കും. പിന്നെ വരുന്ന 4 ഒക്ടന്റിന് ഒരു +4 ചെയ്യണം. ക്വാഡ്രന്റിന്റെ കൂടെ +4 ചേർക്കണം. അത്രയേ ഉള്ളൂ. ഒന്നെങ്കിൽ ടേബിൾ ഉപയോഗിക്കാം. ടേബിൾ ഫില്ല് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ++ എഴുതാം. ക്വാഡ്രന്റ് സൈൻ എഴുതാം ആദ്യം. --, അതേ 4 റിപ്പീറ്റ് ചെയ്യുക. ++, ++, 4 ക്വാഡ്രന്റ് സൈൻ എഴുതി. ആദ്യത്തെ 4 സെറ്റ് കോർഡിനേറ്റ് പോസിറ്റീവ് ആയിരിക്കും. ആദ്യത്തെ 4 പ്ലസ് ചേർക്കുക. പിന്നെ വരുന്ന 4 മൈനസ് ചേർക്കുക. ഓക്കെ, മൈനസ് ചേർക്കാം. ഒന്നെങ്കിൽ ഈ ടേബിൾ ആദ്യം ഫില്ല് ചെയ്തിട്ട് ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. അല്ലെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഫസ്റ്റ് 1 2 3 3 കോർഡിനേറ്റ്സും പോസിറ്റീവ് ആണ്. സോ ദിസ് പോയിന്റ് ഇസ് ഇൻ ഫസ്റ്റ് ഒക്ടന്റ്. Now second one 4 - 2 3 4 - 2 3 പ്ലസ് മൈനസ് പ്ലസ് ആണ്. +-+. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പ്ലസ് മൈനസ് ഏത് ക്വാഡ്രന്റ് ആണെന്ന് നോക്കാം. പ്ലസ് മൈനസ് വരുന്നത് 4th ക്വാഡ്രന്റ് ആണ്. +- ക്വാഡ്രന്റ് ആണ്. ഈ സെറ്റ് വാല്യൂ പോസിറ്റീവ് ആയതുകൊണ്ട് 4th ഒക്ടന്റ് തന്നെ ആയിരിക്കും. പോയിന്റ് വരുന്നത് 4th ഒക്ടന്റ്. അല്ലെങ്കിൽ +-+, ഇവിടെ എവിടെ വരുന്നുണ്ട് നോക്കിയേ, +-+, അതിരിക്കുന്നത് 4th ഒക്ടന്റ് ആണ്. അങ്ങനെയും കണ്ടുപിടിക്കാം. ഒന്നെങ്കിൽ ടേബിൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആദ്യത്തെ 2 നോക്കാം, ഏത് ക്വാഡ്രന്റ് നോക്കാം. മൂന്നാമത്തേത് പോസിറ്റീവ് ആയെങ്കിൽ അതേ ഒക്ടന്റ് തന്നെ ആയിരിക്കും. 4th ക്വാഡ്രന്റ് എന്ന ആൻസർ കിട്ടിയാൽ 4th ഒക്ടന്റ് തന്നെ വരും ആൻസർ. മൂന്നാമത്തെ പോയിന്റ് 4 -2 -5 +-, ഓക്കെ. ആദ്യത്തെ 2 പ്ലസ് മൈനസ് വരുന്നത് 4th ക്വാഡ്രന്റ് ആണ്. ഇവിടെ മൈനസ് വരുമ്പോ 4 + 4 ചേർക്കേണ്ടി വരും. അതായത് 8th ഒക്ടന്റ്. +-, 8th ഒക്ടന്റ്. ഓക്കെ, ഇവിടെ ഒരു ലൈനും കൂടി ചേർക്കണം കേട്ടോ. 8th ഒക്ടന്റ്. ക്ലിയർ അല്ലേ? Now fourth one, നിങ്ങൾ തന്നെ ആൻസർ കണ്ടുപിടിച്ചോളൂ. 4 2 -5 4 2 -5. ആൻസർ പറയണേ. ഇപ്പോ ++- ആണ്. ++- വരുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഇവിടെ മൈനസ് വന്നാൽ 4 ആഡ് ചെയ്യണം. 1 + 4. സോ ദിസ് പോയിന്റ് ഇസ് ഇൻ ഫിഫ്ത്ത് ഒക്ടന്റ്. ഫിഫ്ത്ത് ഒക്ടന്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ് -4 2 -5. ആൻസർ കണ്ടുപിടിച്ചേ. ആൻസർ കിട്ടിയോ? സിക്സ്ത് ഒക്ടന്റ്. Now next point -4 2 5. എല്ലാരും ആൻസർ കണ്ടുപിടിക്ക്. ++ ആണ്. സെക്കൻഡ് ഒക്ടന്റ്. യെസ്, സെക്കൻഡ് ഒക്ടന്റ്. Now seventh one -3 - 6 -+. third octant. Now next is 2 -4 -7. 2 -4 -7 പ്ലസ് മൈനസ്. ആൻസർ എന്താ? ഇവിടെ 4 വരും, ഇവിടെ +4 ചേർക്കണം. സോ 8th ഒക്ടന്റ്. കിട്ടിയോ ഇതെല്ലാവർക്കും? പ്ലസ് മൈനസ് വരുന്നത് 4th ക്വാഡ്രന്റ് ആണ്. എക്സ് പ്ലസും വൈ നെഗറ്റീവ് വരുന്നത് 4th ക്വാഡ്രന്റ് ആണ്. സെറ്റും നെഗറ്റീവ് വരുമ്പോൾ ഒരു +4 ചേർക്കണം. 4 + 4 8. 8th octant. കിട്ടിയ ആൻസർ കിട്ടിയല്ലായിരിക്കും. Fill in the blanks. First one, the x-axis and y-axis
taken together determine a plane known as dash. X ആക്സിസും y ആക്സിസും ചേർത്ത് കിട്ടുന്ന പ്ലെയിനിന്റെ പേരെന്താ? എക്സും y ആക്സിസും ചേർത്ത് കിട്ടിയാൽ ആ പ്ലെയിനിന്റെ പേരെന്തായിരിക്കും? XY. XY പ്ലെയിൻ. അതിൽ x ആക്സിസും y ആക്സിസും ഉണ്ടാകും. x ആക്സിസ് y ആക്സിസ് ചേർത്ത് കിട്ടുന്ന പ്ലെയിൻ ആണ് XY പ്ലെയിൻ. Now second one, the coordinates of points in the XY plane are of the form. XY പ്ലെയിനിന്റെ മുകളിൽ വരുന്ന ഒരു പോയിന്റ്, അത് XY0 ഈ ഫോമിലാണ് ഉണ്ടാവുക. XY പ്ലെയിനിന്റെ മുകളിൽ സെറ്റ് വാല്യൂ 0 ആണ്. എക്സും വൈക്കും ഡിഫറെന്റ് വാല്യൂസ് ഉണ്ടാവും. സെറ്റ് വാല്യൂ 0 ആയിരിക്കും. On XY plane, a point is of the form XY0. Third one, coordinate planes divide the space into dash octants. And the answer? എത്ര പാർട്സ് ആയിട്ടാ ഡിവൈഡ് ചെയ്യുക? 3 ആക്സസ് എടുത്തു കഴിഞ്ഞാൽ 3 ആക്സസ് ചേർന്നിട്ട് 8 octants. ആ പേരിൽ തന്നെ ഉണ്ട്. ഒക്ട എന്ന് വെച്ചാൽ 8 ആണ്. ഒക്ടൻസ് വന്നത് തന്നെ 8 എന്നുള്ള വേർഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. സോ ആൻസർ ഇസ് 8. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. നമ്മുടെ സെക്കൻഡ് ടോപ്പിക്കിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. കൺസിഡർ എ പോയിന്റ് x1, y1, z1 and another point q x2, y2, z2. Now we know that distance formula. Okay, നമുക്കറിയാം, ഡിസ്റ്റൻസ് ഫോർമുല അറിയാം. ആ ഫോർമുല തന്നെയാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത്. ചെറിയൊരു വ്യത്യാസമുണ്ട്, സെറ്റ് കോർഡിനേറ്റും കൂടി ഉണ്ടാകും. x1, y1, x2, y2 ആണ് 2 പോയിന്റ്സ് എങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല ഈസ് റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇവിടെ ഒരു ടേമും കൂടി ഉണ്ടാകും, z2 മൈനസ് z1 ഹോൾ സ്ക്വയർ. ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല. Between 2 points P and Q is given by D equal to root of x2 minus x1 whole square plus y2 minus y1 whole square plus z2 minus z1 whole square. ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല. നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. അവിടെ എക്സും വൈ 2 കോർഡിനേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ ഒരു സെറ്റ് കോർഡിനേറ്റും കൂടി ഉണ്ടാകും. ഒരു സ്റ്റെപ്പ് കൂടുതൽ ചെയ്യണം, അത്രേ ഉള്ളൂ. ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. എക്സസൈസ് 12.2. First one, find the distance between the following pairs of points. First point is 2, 3, 5. Second point is 4, 3, 1. ഈ പോയിന്റിനെ ഞാൻ P ആയിട്ട് എടുക്കുവാന്നേ, ഇതിനെ Q ആയിട്ട് എടുക്കുവാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ P ആൻഡ് Q, അതിനെ PQ ആയിട്ടും എഴുതാം അല്ലെങ്കിൽ D ആയിട്ടും എഴുതാം, ഒരു കുഴപ്പമില്ല. PQ, P യിൽ നിന്ന് Q യിലേക്കുള്ള ഡിസ്റ്റൻസ്, ഓർ D ഈക്വൽ ടു റൂട്ട് ഓഫ്, ആദ്യം നമ്മൾ ഫോർമുല എഴുതണം, x2 മൈനസ് x1 ഹോൾ സ്ക്വയർ plus y2 minus y1 whole square plus z2 minus z1 whole square. സെക്കൻഡ് പോയിന്റിനെ, ഈ ക്യൂവിനെയാണ് നമ്മൾ x2, y2, z2 ആയിട്ട് എടുക്കേണ്ടത്. പിനെ x1, y1, z1 ആയിട്ട് എടുക്കണം. ഇനി ഈ ഇക്വേഷൻ്റെ അകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x2 4 minus 2 whole square plus 3 minus 3 whole square plus 1 minus 5 whole square. Now this is equal to root of 4 minus 2 is 2, 2 square is 4. 3 minus 3 0, 0 square 0. 1 minus 5 is minus 4. 1 minus 5 is minus 4. Minus 4 square is 16. Square ചെയ്യുമ്പോൾ പോസിറ്റീവ് ആകും. Minus 4 into minus 4 is positive, 16. So this is equal to root 20. Root 20 is root of 4 into 5. Root 4 into root 5. Root 4 is 2. 2 root 5. So answer is 2 root 5. Okay, so answer is 2 root 5. Now second one, we have to find a distance between given 2 points. Distance D is equal to root of x2 minus x1 whole square plus y2 minus y1 whole square plus z2 minus z1 whole square. That is equal to root of, ഈ സെക്കൻഡ് പോയിന്റ് ആണ് നമ്മുടെ x2, y2, z2. ഇത് x1, y1, z1. ഈ ഇക്വേഷൻ്റെ അകത്ത് പോയിന്റ്സ് x2 എന്ന് പറയുമ്പോൾ 2 ആണ്,
2. x1 minus 3 ആണ്. 2 minus minus 3 whole square. y2 is 4. y1 is 7. 4 minus 7 whole square. z2 minus 1. z1 2 minus 1 minus 2 whole square. That is equal to root of, ഇവിടെ minus into minus plus ആകും. 2 plus 3 5. 5 square. 4 minus 7 is minus 3. Minus 3 square. Minus 1 minus 2 is minus 3. Minus 3 square. That is root of 25 plus 9 plus 9. 25 plus 9 plus 9. 25 plus 18. That is equal to 43. Now distance D equal to, പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാം, വളരെ ഈസി ആണ്. x2 minus x1 whole square plus y2 minus y1 whole square plus z2 minus z1 whole square. That is equal to root of x2 is 1. 1 minus minus 1 whole square minus 3 minus 3 whole square 4 minus minus 4 whole square. z2 minus z1. z2 is 4. z1 is minus 4. 4 minus minus 4. That is equal to root of 1 plus 1 is 2. 2 square minus 3 is minus 6. Minus 6 square. 4 plus 4 varum 8 square varum. That is equal to root of 4 plus minus 6 square is 36. 8 square is 64. That is equal to 104. Root of 104. Root of 104. Okay. Now this is equal to 4 into 104 4 over like 24 6. Root of 4 into 26. Root 4 into root 26 is equal to 2 root 26. So answer is root 104 or 2 root 26. 2 root 26. Now fourth one, distance D equal to root of x2 minus x1 whole square plus y2 minus y1 whole square plus z2 minus z1 whole square. That is root of minus 2 minus 2 whole square, 1 minus minus 1 whole square, 3 minus 3 whole square. That's equal to root of minus 2 is minus 4, minus 4 square, 1 plus 1 2 square, 3 minus 3 0 square. That's equal to root of minus 4 square is 16, 2 square is 4 plus 0 is root 20. That is root of 4 into 5 which is equal to 2 root 5. 2 root 5. Now second problem, show that the points minus 2, 3, 5, 1, 2, 3 and 7, 0, minus 1 are collinear. 3 points A, B, C are said to be collinear if they lies on same line. Collinear. These three are collinear points. Same line in the മുകളിൽ ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിന്റെ മുകളിൽ വരുന്ന പോയിന്റ്സ് ആവണം എ ബി സി. അപ്പോൾ ഈ 3 പോയിന്റ്സ് കൊലീനിയർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാ ചെയ്യുന്നേ. അതെങ്ങനെ ചെയ്യാം? 3 പോയിന്റ്സും കൊലീനിയർ ആണെങ്കിൽ നമ്മൾ ആദ്യം എ ബി ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും, പിന്നെ ബി സി കണ്ടുപിടിക്കും. എ ബി കണ്ടുപിടിക്കും, ബി സി കണ്ടുപിടിക്കും, അതുപോലെ എ സി ഈ ലെങ്ത് കണ്ടുപിടിക്കും. അപ്പൊ എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി കിട്ടണം. ഇതാണ് കണ്ടീഷൻ. എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി. 3 പോയിന്റ്സ് കൊലീനിയർ അല്ലാത്ത പോയിന്റ്സ് ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടൂല. 3 പോയിന്റ്സും കൊലീനിയർ ആയെങ്കിൽ മാത്രമേ എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി കിട്ടും. ഇതാണ് കണ്ടീഷൻ. നോൺ കൊലീനിയർ പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് ബി സി ഇത് രണ്ട് ചേർത്താൽ എ സി കിട്ടൂല. എ ബി പ്ലസ് ബി സി വലുതായിരിക്കും. എ ബി പ്ലസ് ബി സി എന്ന് പറയുന്നത് എ സിനേക്കാളും വലുതാണ്. പക്ഷെ കൊലീനിയർ ആയി കഴിഞ്ഞാൽ എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി കിട്ടും. അപ്പൊ ഇതാണ് കണ്ടീഷൻ. 3 points A, B, C are collinear if A, B plus B, C equal to A, C. 3 points A, B, C are collinear if A, B plus B, C equal to A, C. അപ്പോൾ നമ്മൾ A, B, B, C, A, C ഈ 3 ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. A, B equal to എയിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എ ബി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പോയിന്റിനെ എ ആയിട്ട് എടുക്കാം, സെക്കൻഡ് പോയിന്റ് ബി, തേർഡ് പോയിന്റ് സി.
AB is root of x2 minus x1 whole square plus y2 minus y1 whole square plus z2 minus z1 whole square. That is equal to root of B on the second point, 1 minus minus 2 square plus 2 minus 3 square plus 3 minus 5 square. That is equal to root of 1 minus minus 2, that is 1 plus 2, 3, 3 square is 9. 2 minus 3 is minus 1, minus 1 square is 1. 3 minus 5 is minus 2 square is 4. That is root 14, root of 14. ഇനി നമുക്ക് ബി സി കണ്ടുപിടിക്കാം. എ ബി കണ്ടുപിടിച്ച് ഇനി ബി സി കണ്ടുപിടിക്കാം. ബിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സി ആണ് സെക്കൻഡ് പോയിന്റ്. 7 മൈനസ് 1 ഹോൾ സ്ക്വയർ, 0 മൈനസ് 2 ഹോൾ സ്ക്വയർ, minus 1 minus 3 whole square. That's equal to root of 7 minus 1, 6. 6 square is 36. 0 minus 2 is minus 2. Minus 2 square is 4. Minus 1 minus 3 is minus 4. Minus 4 square is 16. ഇപ്പോൾ ഇവിടെ എന്ത് വരും? 20, 56. 20 plus 36 is 56. Root of 56. Okay, root of 56. Now this is equal to root of 4 into 1, 16 വരും, 14 വരും. 4 into 14. That is equal to 2 root 14. Root of 4 is 2. So 2 root 14. 56നെ 4 into 14 എഴുതണം. root 4 into root 14 ആണ്. root 4 2. 2 root 14. ഇനി നമ്മൾ എ സിയും കൂടി കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് ആൻസറിലേക്ക് എത്താം. എ സി ഈക്വൽ ടു എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 7 മൈനസ് മൈനസ് 2 സ്ക്വയർ plus 0 minus 3 square plus minus 1 minus 5 square. 7 minus minus 2, 7 plus 2, 9, 9 square is 81. 0 minus 3 is minus 3, minus 3 square is 9. Minus 1 minus 5 is minus 6, minus 6 square is 36. 36. ഇത് ആഡ് ചെയ്തേ, 9 plus 1, 10. 10 plus 36, that is 46. 46 plus 80, 126. അല്ലേ, 126. 126. That's equal to 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9 പോയി കഴിഞ്ഞാൽ 36 വരും. 14 ആണ്. 14. 9 into 14. 126 is 9 into 14. That is equal to 3 root 14. Root of 9 is 3. 3 root 14. ഇനി നമുക്ക് എ ബി പ്ലസ് ബി സി കണ്ടുപിടിക്കണം. എ ബി പ്ലസ് ബി സി, എ ബി റൂട്ട് 14 ആണ്. റൂട്ട് 14 പ്ലസ് ബി സി 2 റൂട്ട് 14. 2 റൂട്ട് 14. റൂട്ട് 14 അതായത് 1 റൂട്ട് 14 പ്ലസ് 2 റൂട്ട് 14. ഓക്കെ, റൂട്ട് 14 പ്ലസ് 2 റൂട്ട് 14 is 3 റൂട്ട് 14. എത്ര റൂട്ട് 14 ഉണ്ട് നോക്കിയാൽ മതി. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, മൊത്തത്തിൽ 3. 3 റൂട്ട് 14 and this 3 root 14 is AC. AC. So we have AB plus BC equal to AC. So ABC given 3 points are collinear. ഇനി ഇതിൽ 3 പ്രോബ്ലംസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാം. വെരിഫൈ ദ ഫോളോവിങ്. 3ൽ 1, 0, 7 minus 10, 1, 6 minus 6 and 4, 9 minus 6 are vertices of an isosceles triangle. Isosceles triangle എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രണ്ട് സൈഡിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. എ ബി ബി സി എ സി കണ്ടുപിടിക്കുക, രണ്ടെണ്ണം ഈക്വൽ ആയിരിക്കും. സെക്കൻഡ് വൺ, വെരിഫൈ 0, 7 minus 10, 1, 6 minus 6 and 4, 9 minus 6 are vertices of a right angled triangle. Right angled triangle. Right angled triangle എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ പൈത്തഗോറസ് തിയറം ആണ് ഉപയോഗിക്കേണ്ടത്. എ ബി ബി സി എ സി കണ്ടുപിടിക്കണം. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അങ്ങനെ കിട്ടണം. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ അങ്ങനെ ഒരു റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. തേർഡ് വൺ, -1, 2, 1, 1 minus 2, 5, 4 minus 7, 8 and 2 minus 3, 4 are vertices of parallelogram. പാരലോഗ്രാം ആണ് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? എ ബി സി ഡി എന്ന് പറഞ്ഞ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നു, അത് പാരലോഗ്രാം ആവുന്നത് എപ്പോഴാ? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ എ ബി ബി സി എ സി എ ഡി എല്ലാം കണ്ടുപിടിക്കണം, രണ്ടെണ്ണം പരസ്പരം ഈക്വൽ ആയിരിക്കും. ഓക്കെ,